ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക്സപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു സാത്വിക് സോയാബീൻ കറിയാണ്. ഉള്ളിയും വെള്ളുള്ളിയും ഒന്നും ഇല്ലാത്ത ഒരു നല്ല സോയാബീൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ എളുപ്പത്തിലുള്ള കാര്യമായ സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്ത സോയാബീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യം ഞാൻ ഒരു നമ്മുടെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ കഷ്ണം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. സാത്വിക് ആയതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ബട്ടറാകുമ്പോൾ ബട്ടറും നെയ്യും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലോണം എടുത്തറിയും. നമ്മളിതിൽ കാര്യമായ മസാലയൊന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചൊരു മസാല മാത്രമേ നമ്മളത് ഇതിൽ ആഡ് ചെയ്യാൻ പോകുള്ളൂ. അതിൻ്റെ റെസിപ്പി ഞാനിത് പോകെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിടണം കേട്ടോ. ബട്ടറൊക്കെ നെയ്യൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിടണം. എന്നിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. വലിയ കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ. നമ്മുടെ പനീറിലൊക്കെ ഇടല്. നമ്മളത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൈൻ്റെ ഇടയിൽ വെച്ച് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇതതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കാര്യമായ ഭയങ്കരമായ ഫ്ലേവറുള്ള സാധനമൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ചൊരു ഫ്ലേവർ എടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ ചില്ലി പൗഡർ അല്ലെങ്കിൽ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ നേരത്തൊക്കെ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി ബേൺ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 പഴുത്ത തക്കാളിയാണ്. അതെടുത്തിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. നന്നായി അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വഴിയിലുണ്ടാക്കാം. നേരിട്ട് അടിച്ചെടുക്കാം, അതല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് തോല് കളഞ്ഞിട്ട് അടിച്ചെടുക്കും വേണം. ഇനി അത് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോകണം. ഒരു നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ലൈക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാൽ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ചിട്ട് തോല് കളഞ്ഞിട്ടാണ് അടിക്കണമെന്ന് വെച്ചാൽ അതിന് എത്ര കുക്കിംഗ് ടൈം ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് കുക്ക് ചെയ്താൽ മതിയോ. ഇതിപ്പോൾ ഞാൻ പഴുത്ത തക്കാളി നേരെ മിക്സിയിലിട്ട് അടിച്ചിരിക്കുക ചെയ്തിരിക്കണേ. വലിയ തക്കാളി ആണെങ്കിൽ 4 മതി, അതല്ലെങ്കിൽ 5 തക്കാളി എടുക്കുക. ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. നമുക്ക് വേണമെങ്കിൽ അടച്ച് വെക്കുകയും എന്താ ചെയ്യാം, ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. ആ തക്കാളിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കുറേ പേർക്കുള്ള സംശയം സോയാബീനും സോയ ചങ്ക്സും സെയിം ആണോ എന്നാണ്. അല്ല, സോയാബീനിൽ നിന്നാണ് നമുക്ക് സോയ ഓയിൽ കിട്ടണം. ആ സോയ ഓയിൽ എടുത്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ സോയ ചങ്ക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും വ്യത്യാസമുള്ള സാധനമാണ്. ഇനി അടുത്തത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ അളവനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി കാരണം നമുക്ക് ആ സോയാബീൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ എന്ന് പറയുന്ന ആ വെള്ള കളറായിട്ടുള്ള സാധനം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ സോയാബീൻ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വറ്റാൻ സമയിക്കുക. കാരണം ഒന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞിട്ട് അതൊന്ന് കുറുകാൻ സമയിക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ടൊമാറ്റോ കുക്ക് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ പുളിപ്പൊക്കെ കുറയാൻ തുടങ്ങി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഇതാ. ഈ അതിൻ്റെ മേലുള്ള ഫോമില്ലേ, അതിങ്ങനെ മേലിങ്ങനെ വരും. ഇനി നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് 1 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വേറെ ഒരു ഐറ്റം ആഡ് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ വെറും തക്കാളി മാത്രമേ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ പുളിപ്പ് രസം ഭയങ്കരമായിട്ട് എടുത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ നിങ്ങളിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, ഇതന്നെ ഈ കറി തന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് തൊട്ടപ്പുറത്തെ ചപ്പാത്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ ദോശ ചുടുക, ഈ കറി 2 വെച്ചിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ നേരത്ത് ചെയ്യാം. അതല്ലെങ്കിൽ കാരണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, നമ്മൾ ഗ്യാസ് പിന്നെ കുറച്ചിട്ടില്ല. അതല്ല നിങ്ങളൊന്ന് അടുത്ത് നിന്ന് നീങ്ങി പോവുകയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കൂടുതൽ നേരം കുക്ക് ചെയ്താൽ മതി.
നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് ഇപ്പോൾ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടു, അതിൻ്റെ നമ്മൾ നേരത്തെ ഒഴിച്ച ടൊമാറ്റോ പ്യൂരിയുടെ അളവ് ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ പെപ്പർ എന്ന് പറയുന്നത് ഒരു സാത്വികമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് വീട്ടിൽ ഞാൻ പൊടിച്ചെടുത്ത പെപ്പർ പൗഡർ തന്നെയാണ് കേട്ടോ. വ്രതമൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പൊതുവേ ഈ വ്രതമുള്ള ആൾക്കാർ ചപ്പാത്തി മാത്രം കഴിക്കുക എന്നുള്ളതല്ല, അത് ഈ ഇടയ്ക്ക് വന്നൊരു ഐഡിയ ആണ്. പണ്ട് ഈ വെള്ളുള്ളിയും ഉള്ളിയും ഉപേക്ഷിക്കുക എന്നുള്ളൊരു പ്രധാന ഘടകമായിരുന്നു വ്രതത്തിൽ. അത് ഏത് വ്രതമാണെങ്കിലും അതെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അതൊന്ന് തിക്കനായി വന്ന നേരത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടില്ല. ഞാൻ 1 കപ്പ് നമ്മുടെ സോയാബീൻ തലേന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഇത്ര സോയാബീൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എൻ്റെ സോയാബീൻ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള ഒരു 3 വിസിലൊക്കെ മാക്സിമം മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ തലേന്ന് ഇട്ട് വെച്ചതാണെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കറിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് 2 വിസിലൊക്കെ മതിയാവും. കാര്യമായി ഉടയാൻ സമയിക്കരുത് നമ്മുടെ സോയാബീൻ, കാരണം നമുക്ക് ഒന്ന് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 to 3 വിസിൽസ് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പ്രഷർ കുക്കർ. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കളയണം എന്നില്ല കേട്ടോ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ കടല വേവിക്കുകയാണെങ്കിലും ശരി, ബാക്കി എന്ത് കടലവർഗ്ഗങ്ങൾ വേവിക്കുകയാണെങ്കിലും അതിൻ്റെ ആ വെള്ളം പറഞ്ഞാൽ നമ്മൾ കുതിരാൻ വെച്ച വെള്ളം അത് ഊറ്റിക്കളയണം. അതല്ലാതെ നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളം കളയരുത്. അതിനെയാണ് ഒരുവിധ സ്റ്റോക്ക് വാട്ടറാണത്. അപ്പോൾ അതിൽ കുറേ വൈറ്റമിൻസും മിനറൽസും അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വെള്ളം കളയരുത്. അത് അങ്ങനെ യു ക്യാൻ ആഡ് ഇറ്റ്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചൊരു ഓൾ ഇൻ വൺ മസാല പൊടിയാണ്. ഞാനതിൻ്റെ റെസിപ്പി അടുത്തായിട്ട് ഇടണ്ടായിരിക്കും. അപ്പോൾ അത് മാത്രമേ ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം നമുക്ക് ഈ കറി കുറച്ചൊരു ന്യൂട്രൽ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എടുത്ത് കാണത്തക്ക രീതിയിൽ മസാല ആവശ്യമില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ മസാലപ്പൊടി മതിയാവും. ഇനിയിപ്പം അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ മസാല ഉണ്ടാവില്ലേ, അത് ആഡ് ചെയ്യാം. ഈ വെജിറ്റബിൾ മസാല പുറത്തുനിന്ന് വാങ്ങുന്നതിൽ ചിലപ്പോൾ വെള്ളുള്ളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചതെന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ നമുക്കറിയാലോ നമ്മൾ എന്തൊക്കെ ഇടുന്നതെന്ന്. അപ്പോൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കറിയുടെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം അത് തിളപ്പിക്കാൻ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അത് ലൈക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇടുന്ന നമ്മുടെ സോയാബീനും അതിലൊക്കെ ഉപ്പ് പിടിച്ച് വരണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി കറി ഒന്ന് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണതിന് മുന്നേ ഞാൻ ഒരു കൈപ്പിടി മല്ലിയില ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് ഇളക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാത്വിക് ആയിട്ടുള്ള സോയാബീൻ കറി കഴിക്കാം. ചപ്പാത്തി കൂട്ടി കഴിക്കാം, ബ്രെഡ് കൂട്ടി കഴിക്കാം, അതേപോലെ ദോശ കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാത്വിക് ആയിട്ടുള്ള നമ്മുടെ സോയാബീൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് താഴെ എഴുതാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.